നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. അതിദാരിദ്ര്യമുക്ത ജില്ലയായി ആലപ്പുഴ. അതിദാരിദ്ര്യമുക്ത കേരളം പദ്ധതി ലോകത്തിന് തന്നെ മാതൃകയെന്ന് മന്ത്രി സജി ചെറിയാൻ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ ആദ്യ ആർട്ട് ഗാലറിക്ക് ആലപ്പുഴയിൽ തുടക്കമായി. മന്ത്രി സജി ചെറിയാൻ ആർട്ട് ഗാലറിയുടെ ഉദ്ഘാടനം നടത്തി. പി ചിത്തരഞ്ജൻ MLA ആദ്യ പ്രദർശനത്തിന്റെ ഉദ്ഘാടനവും നടത്തി. ജില്ലാതല പട്ടയമേളയിൽ 95 കുടുംബങ്ങൾക്ക് പട്ടയങ്ങൾ വിതരണം ചെയ്തു. മന്ത്രി പി പ്രസാദ് പട്ടയമേളയുടെ ഉദ്ഘാടനം നടത്തി. കേരള ടൂറിസം വകുപ്പിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും നേതൃത്വത്തിൽ ടൂറിസം ഇൻഫർമേഷൻ ആൻഡ് ബുക്കിംഗ് കൗണ്ടറിന് ആലപ്പുഴയിൽ തുടക്കമായി. വാർത്തകൾ വിശദമായി. അതിദാരിദ്ര്യമുക്ത ജില്ലയായി ആലപ്പുഴ. അതിദാരിദ്ര്യമുക്ത കേരളം പദ്ധതി ലോകത്തിന് തന്നെ മാതൃകയെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അതിദാരിദ്ര്യമുക്ത കേരളം പദ്ധതി ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലയെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സൂക്ഷ്മമായി ഞങ്ങളുടെ രാജ്യത്ത് അതിദരിദ്രരുണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇല്ലെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ അങ്ങനെ പരിശോധന നടത്തിയിട്ടില്ല. അങ്ങനെ ഈ ലോകത്ത് അങ്ങനെ ഒരു പരിശോധന നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്, ഈ ലോകത്ത് അങ്ങനെ പരിശോധന നടത്തിയിട്ടുള്ള സ്റ്റേറ്റ് ഈ കൊച്ചു കേരളമാണെന്ന് അഭിമാനത്തോടാണ് അവർ പറഞ്ഞത്. നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തു. മുഖ്യമന്ത്രി കൈപിടിച്ച് പിടിക്കുകയും അതാണ് ഈ നേട്ടം. അത്ര അതിദരിദ്രരുടെ ആവശ്യം. അതിദരിദ്രം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ വേണ്ടി ഈ പ്രശ്നം നീക്കാം. അതിദരിദ്രം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർ, സ്വന്തമായ ഭൂമിയോ വീടോ ഇല്ലാത്തവർ, ഒരാളെ പോലും ആശ്രയമില്ലാത്തവർ, കേരളത്തിലെ അതിദരിദ്രരെ കണ്ടെത്തി ദരിദ്രമുക്തമാക്കുക എന്ന ക്ലേശകരമായ പ്രവൃത്തിയാണ് കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് പൂർത്തിയാക്കിയതെന്നും മന്ത്രി പറഞ്ഞു. ജനകീയ പങ്കാളിത്തത്തോടെ വിവിധ പ്രദേശങ്ങളിലെ അതിദരിദ്രരെ കണ്ടെത്തി സംസ്ഥാനത്തെ 64,006 കുടുംബങ്ങളെയാണ് ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. MLA-മാരായ പി ചിത്തരഞ്ജൻ, തോമസ് കെ തോമസ്, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ, TS താഹ, MV പ്രിയ, AS കവിത, KD മഹീന്ദ്രൻ, ബിൻസ് സി തോമസ്, വി പ്രദീപ് കുമാർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജില്ലയിലെ ആദ്യ ആർട്ട് ഗാലറിക്ക് ആലപ്പുഴയിൽ തുടക്കമായി. മന്ത്രി സജി ചെറിയാൻ ആർട്ട് ഗാലറിയുടെ ഉദ്ഘാടനം നടത്തി. പി ചിത്തരഞ്ജൻ MLA ആദ്യ പ്രദർശനത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. യുവപ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയെന്നും അതിന്റെ ഭാഗമായിട്ടാണ് ജില്ലയിലെ ആദ്യ ആർട്ട് ഗാലറി ആരംഭിച്ചതെന്നും സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആര്യാട് ഡിവിഷനിൽ ആരംഭിച്ച ആർട്ട് ഗാലറിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആർട്ട് ഗാലറിയുടെ പ്രദർശന ഉദ്ഘാടനം പി ചിത്തരഞ്ജൻ MLA-യും നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ജില്ലയിലെ ആദ്യ ആർട്ട് ഗാലറി നിർമ്മിച്ചത്. പ്രദർശന ദിവസം ആര്യാട് ഡിവിഷന് കീഴിലുള്ള 13 വിദ്യാലയങ്ങളിലെ 51 വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. 15 ദിവസം കൂടുമ്പോൾ പുതിയ ചിത്രങ്ങൾ പ്രദർശനത്തിന് വെക്കും. എല്ലാ വിദ്യാർത്ഥികളുടെയും ചിത്രകലാ പ്രകടനങ്ങൾക്ക് അവസരം നൽകുക എന്നതാണ് ആർട്ട് ഗാലറിയിലൂടെ ലക്ഷ്യമിടുന്നത്. ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം R റിയാസ്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ MV പ്രിയ, മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സംഗീത, മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA ജുമൈലത്ത്, മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വികസന സമിതി അധ്യക്ഷരായ MS സന്തോഷ്, K ഉദയമ്മ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി V പ്രദീപ് കുമാർ, N മഞ്ജു, അമീൻ ഖലീൽ, സുമയ്യ BV, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു.
ജില്ലാതല പട്ടയമേളയിൽ 95 കുടുംബങ്ങൾക്ക് പട്ടയങ്ങൾ വിതരണം ചെയ്തു. മന്ത്രി പി പ്രസാദ് പട്ടയമേള ഉദ്ഘാടനം ചെയ്തു. 95 പേർക്കാണ് ഇന്നിപ്പോൾ ഇവിടെ വെച്ച് പട്ടയ വിതരണം നടക്കുന്നത്. വളരെ വേഗത്തിൽ ആ കാര്യങ്ങൾ പൂർത്തീകരിച്ച എല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. നമ്മുടെ മുമ്പിലുള്ള ഇനിയുമുള്ള പ്രശ്നങ്ങൾക്കും ഇതേ വേഗതയിൽ പരിഹരിച്ചാൽ നമുക്ക് കുറേയേറെ ആളുകൾക്ക് ആശ്വാസം നൽകി. 95 വീടുകളിൽ ഇന്ന് ഏറ്റവും വലിയ ആശ്വാസത്തിൻ്റെ ദിവസമായി മാറുകയാണ്. അവരെല്ലാം ഇവിടെ ഇരിക്കുന്ന അത്രമേൽ വലിയ ഒരു ആശ്വാസത്തോടെയും തൃപ്തിയോടെയും എത്രയോ നാളുകളായി പട്ടയം എന്നൊരു പ്രശ്നമായി നിന്നത് ഇന്നത് പരിഹരിക്കപ്പെടുകയും സ്വന്തമായി മണ്ണിൻ്റെ ഉടമകളായി അവർ മാറുകയും ചെയ്യുന്നതാണ്. ആ സന്തോഷത്തിൽ ഞാൻ പങ്കുചേർന്നുകൊണ്ട് എല്ലാ നന്മകളും നിറഞ്ഞ ഭൂരഹിതരില്ലാത്ത കേരളം കെട്ടിപ്പടുക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചതെന്നും ജില്ലയിലെ 95 കുടുംബങ്ങൾക്ക് ഇന്ന് ആശ്വാസത്തിന്റെ ദിവസമാണെന്നും അവർ സ്വന്തം മണ്ണിന്റെ ഉടമകളായി മാറുന്ന സന്തോഷമാണ് ഓരോ മുഖങ്ങളിലും കാണാൻ കഴിയുന്നതെന്നും കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. സംസ്ഥാനതല പട്ടയമേളയുടെ ഭാഗമായി ആലപ്പുഴ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ജില്ലാതല പട്ടയമേളയിൽ പട്ടയ വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിലാകെ 127 പട്ടയങ്ങളാണ് വിതരണത്തിന് തയ്യാറാക്കിയത്. ഇതിൽ ആലപ്പുഴ, ചെങ്ങന്നൂർ നിയോജക മണ്ഡലങ്ങൾ ഒഴികെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും ഉൾപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് ജില്ലാതല മേളയിൽ പട്ടയങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ MLA-മാരായ H.S. സലാം, തോമസ് കെ തോമസ് എന്നിവരും പട്ടയങ്ങൾ വിതരണം നടത്തി. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ADM ആശാ സി എബ്രഹാം, സബ് കളക്ടർ സബീർ കിഷൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, വിവിധ താലൂക്കുകളിലെ തഹസിൽദാർമാർ, റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവർ പട്ടയ വിതരണ ചടങ്ങിൽ സംബന്ധിച്ചു. ഭാരതീയ പ്രകൃതി കൃഷി ബ്ലോക്ക് തല കിസാൻ മേളയും മണ്ഡലത്തിലെ കൂൺഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനവും H.S. സലാം MLA നിർവഹിച്ചു. ഭാരതീയ പ്രകൃതി കൃഷി ബ്ലോക്ക് തല കിസാൻ മേളയും മണ്ഡലത്തിലെ കൂൺ ഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനവും അമ്പലപ്പുഴ MLA H.S. സലാം നിർവഹിച്ചു. ഒരേ സമയത്ത് പട്ടയമേള നടക്കുകയാണ്. ആലപ്പുഴ ജില്ലയിലെ നമ്മുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ കുറേയധികം പേർക്ക് പട്ടയം കൊടുക്കുന്ന ചടങ്ങ് ഇന്ന് തന്നെ രാവിലെ ഉണ്ടായത്. വ്യവസായ വകുപ്പിൻ്റെ സംരംഭകരുടെ മീറ്റിൽ ബാങ്കേഴ്സ് മീറ്റ് കൂടി ചേർന്നുള്ള പരിപാടി ഇന്ന് തന്നെയാണ്. ഇതെല്ലാം മന്ത്രിമാർ കൂടി പങ്കെടുക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ 3 ചടങ്ങ് അമ്പലങ്ങൾ മണ്ഡലത്തിലായതുകൊണ്ട് മന്ത്രിമാരെത്തുമ്പോൾ അവിടെ അധ്യക്ഷത വഹിക്കേണ്ട ഒരു ചുമതല MLA-ക്ക് വരുന്നതുകൊണ്ടാണ് ഒരു മാറ്റം ആരംഭിച്ചത്. പക്ഷെ നടത്താവുന്ന രീതിക്ക് ഇവിടെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഈ സമയത്ത് ഉദ്ഘാടനം ചെയ്യുന്നതുകൊണ്ടൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു പറയുന്നത്. കുഞ്ചൻ നമ്പ്യാർ സ്മാരക ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കാർഷിക സെമിനാറുകൾ, കാർഷിക യന്ത്ര പ്രദർശനം, മണ്ണ് പരിശോധന, വിവിധ ഇനം ഫലവൃക്ഷ തൈകൾ, ഉൽപാദന ഉപാധികൾ എന്നിവയുടെ പ്രദർശന വിപണനമേളയും നടത്തി. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ H. ഷബീന, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ R. ജയരാജ്, അംഗം G. വേണുലാൽ, പഞ്ചായത്ത് അംഗം സുഷമ രാജീവ്, മുതിർന്ന കർഷകൻ V. മുകുന്ദൻ, പുറക്കാട് പഞ്ചായത്ത് കൃഷി ഓഫീസർ R. ശ്രീരമ്യ എന്നിവർ സംസാരിച്ചു. നെൽകൃഷിയും പ്രശ്നപരിഹാര മാർഗങ്ങളും, മണ്ണ് പരിശോധനയുടെ ആവശ്യകത എന്നീ വിഷയങ്ങളിൽ കീടനിരീക്ഷണ കേന്ദ്ര പ്രോജക്ട് ഡയറക്ടർ B. സ്മിത, അസിസ്റ്റന്റ് സോയിൽ കെമിസ്റ്റ് ശാന്തി എലിസബത്ത് എന്നിവർ ക്ലാസ് നയിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ S. രഞ്ജു ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. കേരള ടൂറിസം വകുപ്പിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും നേതൃത്വത്തിൽ ടൂറിസം ഇൻഫർമേഷൻ ആൻഡ് ബുക്കിംഗ് കൗണ്ടറിന് ആലപ്പുഴയിൽ തുടക്കമായി. കേരള ടൂറിസം വകുപ്പിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഹൗസ് ബോട്ട്, മറ്റ് ബോട്ടുകൾ, ഹോട്ടൽ, ബസ് എന്നിവ ബുക്ക് ചെയ്യുവാനും വിവരങ്ങൾ അറിയുവാനുമുള്ള ടൂറിസം ഇൻഫർമേഷൻ ആൻഡ് ബുക്കിംഗ് കൗണ്ടർ അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. സഞ്ചാരികൾക്ക് അംഗീകൃത ബോട്ടുകളും ഹോട്ടലുകളും ഉത്തരവാദിത്തോടുകൂടി ബുക്ക് ചെയ്ത് നൽകുകയാണ് കൗണ്ടറിന്റെ ലക്ഷ്യം. KSRTC ബസ് സ്റ്റേഷന് സമീപമുള്ള DTPC ഓഫീസിനോട് ചേർന്നാണ് പുതിയ ബുക്കിംഗ് കൗണ്ടർ ആരംഭിച്ചിരിക്കുന്നത്.
കളക്ടർ അലക്സ് വർഗീസ്, നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ, സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ DV പ്രഭാത്, DTPC സെക്രട്ടറി KG അജേഷ്, നിർവഹണ സമിതി അംഗം EK ജയൻ, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, പൊതുപ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേരളത്തിലെ മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും ഏറ്റവും മികച്ചതും സുരക്ഷിതവുമായ വീടുകൾ ഉറപ്പാക്കുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ദുർബലരായ ഒരു ജനവിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ. ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളെ എടുത്തു പരിശോധിച്ചാൽ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ സാമൂഹ്യമായും സാമ്പത്തികമായും വളരെ മുന്നിലാണെന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ആ മുന്നിലാണെന്നുള്ള വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ നാം ആഗ്രഹിക്കുന്ന തരത്തിൽ പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് മറ്റ് ജനവിഭാഗങ്ങളോടൊപ്പം മത്സ്യത്തൊഴിലാളികളെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്കിനി എന്തെല്ലാമാണ് ആവശ്യം. അതിനെക്കുറിച്ചാണ് 2031 വിഷൻ നമ്മുടെ മുമ്പിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. മീൻ വളർത്തിയത് കൊണ്ടോ മീൻ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ടോ മാത്രം പ്രശ്നം തീരുന്നില്ല. അത് നമുക്ക് കണക്ക് പ്രകാരം പറയാം. സമുദ്ര മത്സ്യ ഉൽപ്പാദനത്തിൽ വർദ്ധിച്ചു, ഉൾനാടൻ മേഖല മത്സ്യ ഉൽപ്പാദനത്തിൽ വർദ്ധിച്ചു. അതൊക്കെ കറക്റ്റാണ്, അതെല്ലാം നമുക്ക് വിശദീകരിക്കാം. പക്ഷേ മത്സ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളിയുടെ അടിസ്ഥാന ജീവിത നിലവാരത്തിലെ മാറ്റത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, അതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. കേരളത്തിലെ മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും 2031 ആകുമ്പോൾ ഏറ്റവും മികച്ച സുരക്ഷിതമായ വീടുകൾ ഉറപ്പായിരിക്കുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഇതിനായി 4000 കോടി രൂപയുടെ പദ്ധതി തയ്യാറായി കഴിഞ്ഞതായും മന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന വിഷൻ 2031 ഭാഗമായി മത്സ്യമേഖലയിലെ വികസനാധിഷ്ഠിത സെമിനാറിൽ നയരേഖ അവതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ ഹാർബറുകൾ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും കേരളത്തിൽ പായ്ക്കപ്പൽ പരിശീലനം നൽകുന്ന കാര്യം പരിഗണനയിൽ ഉണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരമാകുമെന്ന് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി തന്നെ ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം എറണാകുളത്ത് ചേർന്നു. അതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് മില്ലുടമകളുമായി ഒരു യോഗം ചേരുകയുണ്ടായി. ആ യോഗത്തിനകത്ത് കാലങ്ങളായി അവർ ഉന്നയിക്കുന്ന ചില പ്രശ്നങ്ങളെല്ലാം ഉള്ളത്, അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ ഉള്ള നിർദ്ദേശങ്ങളും തീരുമാനങ്ങളിലേക്കും എത്തി. മുൻകാലത്ത് അവർ തന്ന 100 കിലോ നെല്ലെടുത്ത് നമ്മൾ കുത്തി അരിയാക്കി തിരിച്ചു കൊടുക്കുമ്പോൾ 64.5 കിലോയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. കേന്ദ്ര ഗവൺമെൻറ് അത് 68 കിലോയാക്കി മാറ്റി. അതിനിടയിൽ മില്ലുടമകളിൽ ചിലർ ഹൈക്കോടതിയിൽ കേസുമായിട്ടുണ്ട്. ഹൈക്കോടതി പറഞ്ഞത് 68% അരി തന്നെ തിരിച്ചു കിട്ടുന്നു. അതാണ് ഈ ഔട്ട് ടേൺ റേഷ്യോ എന്ന് പറയുന്നത്, OTR. അപ്പോൾ OTR 100 കിലോ നെല്ലെടുത്താൽ 68 കിലോ അരി മില്ലുകാർ കൊടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ് കിട്ടും. ഇതൊരു പ്രതിസന്ധിയും പ്രയാസവും എല്ലാമായി മാറി. എങ്ങനെ അവരെ സഹായിക്കാൻ കഴിയുമെന്ന കാര്യങ്ങളാണ് ഞങ്ങൾ നോക്കിയത്. അതിനിടയിൽ നിന്നുകൊണ്ട് സപ്ലൈകോയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരിളവ് അവർക്ക് നൽകാൻ തീരുമാനിച്ചു. നേരത്തെ ഒരു ധാരണ ഉണ്ടായിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നെല്ല് സംഭരിച്ചതാണ്. അത്രയും പൈസ ഞങ്ങൾക്ക് കിട്ടുകയില്ലല്ലോ എന്നൊക്കെയാണ് പലപ്പോഴും പറയുന്നത്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് പറഞ്ഞു. കർഷകർക്ക് വേണ്ടി സാധ്യമായ എല്ലാ ഇടപെടലും സർക്കാർ നടത്തുന്നുണ്ട്. ചില മില്ലുകാർ നിഷേധാത്മക സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും മന്ത്രി ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പറഞ്ഞു. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ നെല്ലും ഇപ്പോൾ സംഭരിക്കുന്നുണ്ട്. എന്നാൽ സംഭരിക്കുന്ന അത്രയും നെല്ല് അരിയാക്കുവാൻ സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് സ്വകാര്യ മില്ലുകളെ ആശ്രയിക്കേണ്ടി വരുന്നത്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിരവധി യോഗങ്ങൾ ചേർന്നിരുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടപെട്ട് പ്രശ്നപരിഹാരത്തിന് തീരുമാനമെടുത്തിരുന്നു. 100 കിലോ നെല്ല് കുത്തുമ്പോൾ 68 കിലോഗ്രാം അരി തിരികെ നൽകണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിനെതിരെ മില്ലുടമകൾ ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ 68 കിലോഗ്രാം നെല്ല് തന്നെ തിരികെ നൽകണമെന്ന് ഹൈക്കോടതിയും വിധിച്ചതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തത്. നേരത്തെ ഉണ്ടാക്കിയ ധാരണയായതിനാൽ മില്ലുകാർ നേരിടുന്ന നഷ്ടം പരിഹരിക്കാൻ സർക്കാർ ഇടപെട്ടു. ഇതിനായി 100 കോടി രൂപയ്ക്ക് മുകളിൽ വേണ്ടിവരും.
ഇതിന് തീരുമാനം കൈക്കൊണ്ടെങ്കിലും ചില മില്ലുകാർ നിഷേധ സമീപനമാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത്. ഭക്ഷ്യമന്ത്രി GR അനിൽ ഇതുമായി ബന്ധപ്പെട്ട നിരന്തരം ചർച്ച നടത്തുന്നുണ്ട്. പ്രശ്നത്തിനുടൻ പരിഹാരം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും P. പ്രസാദ് കൂട്ടിച്ചേർത്തു. ആലപ്പുഴ ഉപജില്ലാ കലോത്സവം ഈ മാസം 3, 5, 6, 7 തീയതികളിലായി ആലപ്പുഴ നഗരത്തിലെ വിവിധ സ്കൂളുകളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം പറഞ്ഞത്. ആലപ്പുഴ ഉപജില്ലാ സ്കൂൾ കലോത്സവം 2025-26 2025 നവംബർ 3 മുതൽ 7 വരെ നടക്കുന്നു. ലജനത്ത് മുഹമ്മദിയ സ്കൂള്, ലിയോ 13 LP, HS സ്കൂളുകൾ, സെൻറ്റ് ജോസഫ് LP, HS സ്കൂളുകൾ, ഗവൺമെൻറ് മുഹമ്മദൻസ് ബോയ്സ് സ്കൂള് ഇവിടങ്ങളിലായിട്ടാണ് പരിപാടികൾ നടക്കുന്നത്. നവംബർ 3 തീയതി രചനാ മത്സരങ്ങളും 5, 6, 7 തീയതികളിൽ മറ്റ് കലാമത്സരങ്ങളും നടക്കുന്നു. ആലപ്പുഴ ഉപജില്ലാ കലോത്സവം ഈ മാസം 3, 5, 6 തീയതികളിലായി ആലപ്പുഴ നഗരത്തിലെ വിവിധ സ്കൂളുകളിലായി നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ലിയോ 13 HSS ഹാളാണ് പ്രധാന വേദി. ഇതുകൂടാതെ ലിയോ LP സ്കൂൾ, സെയിന്റ് ജോസഫ് LP സ്കൂൾ, സെയിന്റ് ജോസഫ്സ് HSS, ലജനത്തുൽ മുഹമ്മദിയ HSS, മുഹമ്മദൻസ് ബോയ്സ് HSS എന്നീ വിദ്യാലയങ്ങളിലും വേദികൾ ക്രമീകരിച്ചിട്ടുണ്ട്. ആലപ്പുഴ ഉപജില്ലയിലെ 80 സ്കൂളുകളിൽ നിന്നായി 2737 വിദ്യാർത്ഥികളോളം കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. ഈ മാസം 5 രാവിലെ 10 മണിക്ക് ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഈ മാസം 7 വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളന ഉദ്ഘാടനവും സമ്മാനദാനവും അമ്പലപ്പുഴ MLA H. സലാം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ചടങ്ങിൽ അധ്യക്ഷയാകും. AEO MK ശോഭന, PJ യേശുദാസ്, VC ആന്റണി, TA അഷറഫ് കുഞ്ഞാശാൻ, TA ഷുഹൈറ, സിജോ ജോൺ, KG ജോസഫ്, മാനുവൽ ജോസ്, R. അരുൺ, P. സംഗീത എന്നിവർ ആലപ്പുഴ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അതിദാരിദ്ര്യമുക്ത ജില്ലയായി ആലപ്പുഴ. അതിദാരിദ്ര്യമുക്ത കേരളം പദ്ധതി ലോകത്തിന് തന്നെ മാതൃകയെന്ന് മന്ത്രി സജി ചെറിയാൻ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ ആദ്യ ആർട്ട് ഗാലറിക്ക് ആലപ്പുഴയിൽ തുടക്കമായി. മന്ത്രി സജി ചെറിയാൻ ആർട്ട് ഗാലറിയുടെ ഉദ്ഘാടനം നടത്തി. PP ചിത്തരഞ്ജൻ MLA ആദ്യ പ്രദർശനത്തിന്റെ ഉദ്ഘാടനവും നടത്തി. ജില്ലാതല പട്ടയമേളയിൽ 95 കുടുംബങ്ങൾക്ക് പട്ടയങ്ങൾ വിതരണം ചെയ്തു. മന്ത്രി P. പ്രസാദ് പട്ടയമേളയുടെ ഉദ്ഘാടനം നടത്തി. കേരള ടൂറിസം വകുപ്പിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും നേതൃത്വത്തിൽ ടൂറിസം ഇൻഫർമേഷൻ ആൻഡ് ബുക്കിംഗ് കൗണ്ടറിന് ആലപ്പുഴയിൽ തുടക്കമായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.